ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്. കാലത്തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ്റെ വക നഴ്സസ് ഡേ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ അപ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ എന്തൊക്കെ സാധനം പറയാ നൂല് മാവ് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാലത്ത് തന്നെ പരിപാടി തുടങ്ങി. ഇവിടെ സബോള കുരുകുരാന്നറിഞ്ഞോണ്ടിരിക്കുക, വറക്കാൻ കട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ സബോള വറക്കാൻ വേണ്ടി പോണേ. അമ്മേ പൊട്ടിത്രിയായില്ലോ ഒക്കെ മയം. 2 ടൈപ്പ് സബോള കിട്ടും ഇവിടെ. എല്ലാവിടെയും കിട്ടുമോ? നാട്ടിലുണ്ടോ? റെഡ് ഒണിയൻ, വൈറ്റ് ഒണിയൻ അല്ലല്ലോ നമ്മുടെ ഒരു ക്രീം അല്ലേ, ബ്രൗൺ കളർ അല്ലേ? തന്നെ ക്രീമേ. അങ്ങനെ 2 ഒണിയൻ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഭയങ്കര വെള്ളം കണ്ടോ? പക്ഷെ കുഴപ്പമില്ല. അതെ, കൊറേ പാത്രം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഇന്ന് 1 മണിക്ക് ഇവിടെ പാത്രം എന്തോ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ പാത്രങ്ങളെല്ലാം ഓരോ കയ്യിലിട്ടിട്ട്, അയ്യോ എന്നെ കൈ കൊച്ചു, കയ്യിലിട്ടിട്ട് ചീത്തയാക്കും. എന്നിട്ട് അടുത്ത പാത്രം വാങ്ങിക്കും. അപ്പൊ നോൺസ്റ്റിക്കിന്റെ പാത്രം മറ്റേ മരത്തിനോണ്ട് കോരി എടുക്കണം. അതല്ലൊക്കെ ചെയ്തത്. എന്താണ് ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരും അല്ലേ? ദൈവമേ, ഞാൻ വിചാരിക്കും ആൾക്കാർ വിചാരിക്കും അപ്പൊ ആവും ചെക്കൻ സഹായിക്കണുണ്ടായി, എന്നിട്ട് കുറ്റം മാത്രം പറയും. ഇപ്പൊ മറ്റേ ചമ്മന്തി പോലെയൊക്കെയല്ല ഞാൻ ഇതിനെ ഇന്നലെ നന്നാക്കി നല്ലോണം മറ്റേ നൂലൊക്കെ കളഞ്ഞ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നൂല് കളഞ്ഞു, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നൂല് കളഞ്ഞു. 2 സ്ഥലത്തുണ്ടല്ലോ നല്ലോണം ഉണ്ടായിരുന്നു. വലിയ ചെമ്മീനല്ലേ? വലിയ ചെമ്മീൻ നമ്മളെ കണ്ടോ, ഒരു വിരലിനേക്കാളും നീളുണ്ട് അല്ലേ? മൊന്ന ചെമ്മീന അല്ല, സോറി, അത് എന്റെ കൈയാക്കുന്നു. എന്നിട്ട് ആ ചെമ്മീൻ സാധാരണ എല്ലാവരും വറുത്തിട്ടൊക്കെയാ കറിയിലിടാം. പക്ഷെ എനിക്ക് ചെമ്മീൻ എന്തോ ഭയങ്കര പേടിയാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ ചെമ്മീൻ ആദ്യമൊക്കെ കഴിച്ചിട്ട് ചെറിയ അലർജി പോലെ വന്നിട്ടുണ്ട്. അലർജി അല്ല, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലേ, ശ്വാസം മുട്ടൊക്കെ. അപ്പൊ അന്ന് തുടങ്ങിയ ഡോക്ടർ ഇങ്ങനെ പറയാറുണ്ട്, ചെമ്മീൻ നമ്മൾ സപ്പോസ് വറക്കുകയാണെങ്കിൽ തന്നെ 1 പ്രാവശ്യം മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കുഞ്ഞു വിസിലടിച്ചിട്ട് വേഗം എടുക്കാം, എന്നിട്ട് വറുത്താൽ മതിയെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടമല്ല ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വിസിലടിപ്പിക്കും. അതാണ്. ഞാൻ അത്രയും വേവിക്കില്ല, ജസ്റ്റ് ഒരു കുഞ്ഞു വിസിൽ, ഒന്ന് ആവി കയറ്റുന്ന പോലെ. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നന്നായിട്ട് വേവില്ലാന്ന്. എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഇതുവരെ അതാണ് ചെമ്മീൻ തന്നിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. ചിലരൊന്ന് പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ കഴിച്ചിട്ട് വയറിന് പിടിച്ചില്ല, പിള്ളേർക്ക് ഇങ്ങനെ വയറിന് അസ്വസ്ഥത എന്നൊക്കെ. ഇവിടെ ഞങ്ങൾ അങ്ങനെ എന്ത് സീ ഫുഡ് കഴിച്ചിട്ട് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ലല്ലോ. നോക്കണേ നമ്മുടെ സാധനം. അയ്യോ, ഇവടോടെ കരിഞ്ഞു. ആകെ ഇവിടെ വിളിക്കണം, അഭിഷേകാക്കിന്ന്. ഇതിനെ ഇടിച്ച് എന്നിട്ട് ഇതിലത്തെ വെള്ളം കളയുന്നില്ല കേട്ടോ. ഇതിലത്തെ തല പോലും കളയുന്നായിരുന്നു. ആ സ്റ്റോക്ക് തല കരിക്ക് ക്ലീൻ ചെയ്തിട്ട് അതെടുത്ത് കളയണം. എനിക്ക് അങ്ങനെയൊന്നും കാണുന്നേ ഇഷ്ടല്ല, എന്തോ പ്രായയില്ലേ അതിന്. ഇനിയിപ്പോ ഇതിനെ ഇച്ചിരി ഉപ്പും എന്നിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ചു നേരം വിനേഗർ ഇട്ട് വെക്കണം, വെള്ളത്തിൽ വെച്ചിട്ട്. ഞാൻ ഇന്നലെ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി, ഇന്നും ഉപ്പിട്ട് കഴുകി. പിന്നെ ഓരോ ചെമ്മീനും 2 സൈഡ് കട്ട് ചെയ്തിട്ട് അതിന്റെ സാധനം കളഞ്ഞേക്കണത്. അപ്പൊ എന്നിട്ട് അതിനെ പൈപ്പിന്റെ അടി വെച്ച് പിന്നെയും കഴുകി കുളിപ്പിച്ച് അതിന് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഉപ്പ് ആദ്യം തോന്നട്ടെ, മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് 1 വിസൽ. വെള്ളം ഒഴിക്കണ്ടല്ലോ, വെള്ളം ഉണ്ടാവില്ല ഇതിനകത്ത്. കുറച്ച് മഞ്ഞപ്പൊടി. ചെമ്മീൻ കറിയാവില്ല, അവസാനം ബിരിയാണി മാറിയിട്ട്. അല്ല, എനിക്കൊരു സമാധാനത്തിന്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചിലപ്പോ
ഇതുകൊണ്ടല്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലും വയറിനൊരു പ്രശ്നം വന്ന് ഞാൻ വിചാരിക്കും ഷോ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു വിചാരിക്കും. എന്തിനാ റിസ്ക് എടുക്കണേ? നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനത്തെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം എന്ന്. എല്ലാ സീ ഫുഡും അതെ നമ്മൾ നന്നായിട്ട് നോക്കി കഴിക്കണം. കക്കയൊക്കെ അതിന്റെ ഉള്ളിൽ സാധനം ഞാൻ അങ്ങനെ ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്യും. അതൊന്നും പ്രശ്നമൊന്നുമില്ല ക്ലീൻ ചെയ്തിട്ടെങ്കിലും. വയറ് ചിലപ്പോ ഒരു ലൂസ് മോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയറിനൊരു അസ്വസ്ഥത, വേറെ ഒന്നും വരില്ല. ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് നന്നാക്കാനുള്ള മടിക്കുകയും. ഒരു പ്രാവശ്യം ഞാൻ അതുപോലെ ബാവുട്ടിനെ ഗർഭിണിയാക്കി വന്നിട്ടുണ്ട്. ഇവര് കൊറേ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇവര് എന്നിട്ട് ഗാനമേളയ്ക്ക് പോയി അല്ലേ. എന്നിട്ട് ഞാൻ അത് ഫുള്ള് നന്നാക്കി ഓരോന്നിട്ട് നന്നാക്കി എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ പ്രാവശ്യം നിന്റെ കൊതിക്ക് നിന്റെ വാങ്ങിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ടുണ്ടല്ലോ കടിക്കുമ്പോ സൗണ്ട് മണല അതിന്റെ അപ്പിയാണ് മണലാണ്. ഞാനൊന്നുമില്ല എവിടെ ഉണ്ടാക്കി നിന്റെ പോലും തിന്നാൻ പറ്റിട്ടില്ല. എന്നിട്ട് പരിപാടി അതെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുമ്പോ ഫുള്ള് ക്ലീൻ ചെയ്യും. പല സാധനങ്ങളും ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് കാണാണ്ടോ ഞാൻ വെക്കുന്ന സ്ഥലത്ത് തിരിച്ചു വെക്കില്ല. ഒരു സാധനം കിട്ടി ഇന്നലെ മറ്റേ നമ്മള് പുറത്ത് പോയപ്പോ വാങ്ങിച്ച കപ്പലണ്ടി മിഠായി അതിന്നാ. പിന്നെ നാട്ടില് പപ്പ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേ ഞാൻ 5 ദിവസത്തേക്ക് വേണ്ടി നാട്ടിൽ പോയല്ലോ. അപ്പൊ എനിക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ വാവട്ടിയോട് ചോദിച്ചപ്പോ വാവട്ടി പറഞ്ഞു കോപ്പിക്ക മിഠായി ആണെന്നു. അപ്പൊ ഞാൻ മറ്റേ രാജഗിരിയുടെ ഉള്ളിൽ തന്നെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. അവിടെ നിന്ന് വാങ്ങിച്ച കോപ്പിക്ക മിഠായി അത് കുറച്ചും കൂടി പറ്റിയിട്ടുണ്ട്. വാവട്ടി തിന്ന് കഴിച്ചു. നാട്ടിലുള്ളപ്പോ ഭയങ്കര ഇഷ്ടമാണ് കോപ്പിക്ക മിഠായും പിന്നെ മറ്റേ ഫിസ് ഇല്ലേ ഹാപ്പി ഫിസ് അതും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. ഇത്രയും കൂടി ഉള്ളു, ബാക്കിയെല്ലാം തിന്ന് തീർത്തു. ഞാനും കുറെ തിന്നോട്ടെ, ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്ക് തന്നെ മരുന്ന് രസമല്ലേ. ഇത് തിന്നാൻ കുറച്ച് സാധനം കിട്ടി. എന്തായാലും ഓ കറിവേപ്പില മറക്കുവോ? കറിവേപ്പില വെറുതെ കെട്ടിക്കെട്ട് ഒരു വഴിക്ക് പോണതല്ലേ. അങ്ങനെ വറുത്താണോ? എന്റെ ഇത് വിസിൽ വരാറായിട്ടാ. നിർത്തി വിസിൽ വന്നു നിർത്തി കണ്ടാ പെട്ടെന്ന് നിർത്തും. ഇനി അതിന്റെ വേഗം വിസിൽ ഞാൻ കളഞ്ഞിട്ട് തന്നെ എടുക്കും. ജസ്റ്റ് ഒന്ന് ഉള്ളിലൊന്ന് വേഗം വേണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്തോ പേടി. അത് ഇവിടെ 2 പേർക്കും ചെറുപ്പത്തില് ഇങ്ങനെ ശ്വാസം മുട്ട് വരെയുണ്ട്. അപ്പൊ ഡോക്ടറോട് ചെമ്മീൻ കൊടുക്കണം. കാരണം അവിടെ ബഹ്റൈനിൽ വെച്ചിട്ട് ചെമ്മീൻ നമുക്ക് 500 പിൽസിന് എടുക്കില്ല അല്ലെ. 500 പിൽസിന് എടുക്കില്ല. ഞങ്ങളുടെ അവിടുത്തെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലില് സിക്ലാർ പേഷ്യന്റ് കൊണ്ടുവരുന്ന അയാള് ഇതായിരുന്നു ഈ ഫിഷർമാൻ മീൻ പിടിക്കുന്ന ആള് അയാളായിരുന്നു. അപ്പൊ ആ ചെറുക്കൻ എന്നിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ 20 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞ് കവറിനകത്താക്കി വെച്ച് ഫ്രീസറിൽ വെക്കും. അപ്പൊ എന്നും ഇടയ്ക്കിടയ്ക്ക് ചെമ്മീൻ വറക്കും. അങ്ങനെ കുറെ ചെമ്മീൻ കൊടുക്കാറുണ്ട് പിള്ളേർക്ക്. അപ്പൊ ഈ ശ്വാസം മുട്ടൊക്കെ വന്നപ്പോൾ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞത് ചെമ്മീൻ തിന്നണ കാരണം കൊണ്ടാണ് അലർജി വരണേന്നാണ്. അപ്പൊ അന്ന് മുതല് പേടിയാണ് ചെമ്മീൻ. ഇടയ്ക്ക് പിന്നെ വാങ്ങിക്കൽ കുറഞ്ഞു. ഇവിടെ വന്നപ്പോ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല അല്ലെ, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറില്ല. എന്റെ ഓട്ടം കിടന്നറിയോ, ഞങ്ങള് ഇവിടെ തിങ്കളാഴ്ച കാലത്താണ് വേസ്റ്റ് വണ്ടി വരാം. അപ്പോൾ ഒരു വേസ്റ്റ് വണ്ടി വന്ന് മറ്റേ ജനറൽ വേസ്റ്റ് എല്ലാം പോയി. ഇനി ബാക്കി അടുത്തത് ഫുഡ് വേസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റിൻ്റെ പാത്രം ഫസ്റ്റ് തന്നെ എടുത്തുകൊണ്ട് പോകുന്നില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ആ സാധനം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല. ഇരിക്കണ ഇരിപ്പ് കണ്ട. അപ്പോൾ ഇത് കാലത്ത് തന്നെ എടുത്തുകൊണ്ട് പോയി അതൊന്ന് കഴുകി അതിൽ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് വെക്കണം. നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്നതല്ലേ, നമ്മൾ എങ്ങനെ കമ്പോസ്റ്റിൻ്റെ കവറിട്ടാലും ഒന്ന് ലീക്കാവും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം എടുത്തുകൊണ്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാം. 2 വേസ്റ്റ് ഇട്ട് ആ പാത്രം കഴുകി കമഴ്ത്തി വെച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇപ്പൊ കഴുകി കമഴ്ത്തി വെച്ചു. അതിനിടയ്ക്ക് എൻ്റെ ഇവിടെ എന്താ ചെയ്തേ അതിട്ടത് പൈനാപ്പിള് വറക്കണു എണ്ണയ്ക്കകത്തിട്ട്. അതുപോലെ കാഷ്നട്ട് വറക്കാൻ പോണു. കണ്ടോ അങ്ങനത്തെ വണ്ടി കാണാൻ പറ്റണ്ടോ? അയ്യോ കാണാൻ പറ്റണ്ടല്ലോ. ആ റീസൈക്ലിങ്ങിന്റെ വണ്ടി കണ്ടോ, അത് വരും നമുക്ക് ഫുഡ് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാനായിട്ട്. ഫുഡ് വേസ്റ്റിന് ഒരു വണ്ടി, ജനറൽ വേസ്റ്റിന് ഒരു വണ്ടി, അങ്ങനെ 2 വണ്ടി വരും. അങ്ങനെയല്ല, ആ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡ്രൈവറൊക്കെ ഉണ്ട്, പക്ഷെ 2 സൈഡിൽ നിന്ന് ഓടിക്കാം. അല്ല ഇവിടുത്തെ ഓടിക്കാം അപ്പുറത്ത് ഓടിക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സ്റ്റീരിംഗ് കൂടെ 2 സൈഡിലും സ്റ്റീരിംഗ് ആണ്. ഇപ്പുറത്തെ വേസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ പൊക്കിട്ട് പോകാനായിട്ട്
ഇപ്പുറത്തേക്ക് ഡ്രൈവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി വരണ്ടേ, പക്ഷേ ഓടിക്കാൻ അല്ല, ഈ സൈഡിൽ കൂടെ തന്നെയല്ലേ വരാ. ഈ സൈഡിൽ കൂടെ പോകുമ്പോ ഈ സൈഡിൽ എടുത്തിട്ട് ആ സൈഡിൽ കൂടെ പോകുമ്പോ ആ സൈഡിൽ. ആണോ? അപ്പുറത്തെ സൈഡിൽ ഇരിക്കണ്ട്. നിന്നിട്ട് ഓടിക്കുന്നില്ല. ആ ഓക്കെ, അതറിയില്ല കേട്ടോ. അങ്ങനെ അപ്പൊ എന്റെ കൂടെ പൈനാപ്പിൾ വറക്കുന്നു. എന്തൊരു കിട്ടണത്? അല്ല, എന്തൊരു കിട്ടണേ? ഇതിന്റെ പേര് സബോള. എല്ലാം ഇട്ടോട്ടെ. സബോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഉപ്പിടണോ? നല്ലത് നീരഞ്ഞിട്ട് സബോള. പറന്ന് കുറെ ഉപ്പ് വഴിക്കും കേട്ടോ. എന്റെ ചെമ്മീൻ കാണിച്ചു കൊടുക്ക്. ചെമ്മീൻ ചെറിയ വിസിലടിച്ച് വെച്ചേക്കണത്. വെള്ള ചെമ്മീന് മഞ്ഞ ചെമ്മീനൊക്കെ സുന്ദരിയായില്ലേ? ഇതൊക്കെ വന്നിട്ട് ഇതൊക്കെ ഇപ്പൊ ഇവിടെ മറ്റേ നമ്മുടെ കരിഞ്ഞ സബോള കരിഞ്ഞാ ഇല്ലല്ലോ, അതടിയത്ത് ഞാൻ മാറ്റിയിട്ടതാണ് കരിഞ്ഞത്. സബോള, പൈനാപ്പിൾ വറുത്തത്, കഷ്ണന്റെ പരിപ്പ് വറുത്തത്, മുന്തിരി വറുത്തത്, പിന്നെ ഒരു തക്കാളി. ഇത്ര സാധനം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസം. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കഴുകി കഴിയുന്നൊക്കെ എടുത്തു വെക്കാൻ പോവാം. അല്ലെങ്കിൽ ഒരു തരി സ്ഥലമില്ല. നമുക്ക് കിച്ചണും ഹോളും ഒരുമിച്ചായതുകൊണ്ടേ കുറച്ച് സ്ഥലമുള്ളൂ അല്ലേ? എല്ലാ സാധനവും പടപടപടാന്ന് എടുത്തേക്കാം. അമ്മേ, കത്തിയാണ് ആ കയ്യിൽ നിന്ന് കിട്ടത്. കത്തി എപ്പോഴും സെപ്പറേറ്റ്. ഞാൻ കത്തി കഴുകി അപ്പൊ തന്നെ വേഗം ഞാൻ എടുത്ത് തുടച്ചെടുത്ത് വെക്കാറുണ്ട്. എങ്ങാനും പിള്ളേരൊക്കെ വന്നിട്ടേ കൈയെങ്ങാനും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. നാട്ടിൽ നിന്ന് ഇപ്പൊ പുതിയ കത്തി വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടുണ്ട്. ഇരുമ്പത് ഇങ്ങനത്തെ കത്തി ഉണ്ടാവും, അടിപൊളിയല്ലേ? പക്ഷെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കണം, നന്നായി തുടച്ചു വെക്കണം. മറ്റേ പക്ഷെ ഞങ്ങൾ ബഹ്റിനിലായിരുന്നപ്പം ബഹ്റിനിലായിരുന്നപ്പോ പോളിഗാർഡിന്റെ കത്തി ഉപയോഗിച്ചത് ഓർമ്മയില്ല? അത് നല്ല കത്തിയാണ്. ഇവിടെ ബ്ലാക്ക് തന്നെയല്ലേ? ആ, ഇവിടെ ബ്ലാക്ക് തന്നെ പോളിഗാർഡിന്റെ കത്തി. അത് എന്റെ ഒരു ഫ്രണ്ട്, പേര് പറഞ്ഞ കുഴപ്പമില്ല, എന്തോരം ആൾക്കാരുണ്ട് ഇവിടെ. ഒരു സിമി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു എന്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു. സിമി അപ്പൊ പറഞ്ഞില്ല ആരാന്ന് പറഞ്ഞിപ്പോ. അല്ല ചേച്ചിക്കില്ല, എന്റെ പേര് അങ്ങനെ അറിയില്ലല്ലോ. എന്തോ സിമിയുണ്ട്. എന്റെ അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിയാ. ചേച്ചി പക്ഷെ നാട്ടിൽ പോയി വന്നപ്പോ എനിക്ക് കൊണ്ടുവന്നോ. അത് അടിപൊളി കത്തിയാം. അത് പക്ഷെ ഞങ്ങള് ബഹ്റിനിൽ നിർത്തി നാട്ടിൽ പോയപ്പോ അവിടെ കൊണ്ടുവച്ചു. അത് പക്ഷെ അടിപൊളിയാ, നല്ല മൂർച്ചയുണ്ട് അതിന്. വഴറ്റുമ്പോ ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കട്ടെ. ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നേ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളക് നേരത്തെ ഫസ്റ്റ് ഇടാൻ മറന്നുപോയി. എവിടെ പച്ചമുളക്? പൊടിഞ്ഞു പോയി. അതേ കിടക്കണം. ഇനി പൊടികൾ ഇടണം. മഞ്ഞപ്പൊടി, എന്താ മറ്റേ അപ്പാപ്പന്റെ പല്ല് പോലെ ഇത് കിടന്ന് ബിങ്കാടിങ്ങാന്ന് നാടന്നുണ്ടല്ലോ ഈ കട്ടിയിൻ്റെ. മഞ്ഞപ്പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടി ഇട്ടു. ഇനി എന്നിട്ട് എടുത്തത് ഗരം മസാല. ഇതിനൊക്കെ വല്ല അളവുണ്ടോ? കുറച്ച് ഇടുന്നേ അല്ലേ? അളവൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ പ്രൊഫഷണൽ കുക്കല്ല. പക്ഷെ എൻ്റെ ഏട്ടൻ നന്നായി വെക്കും. നന്നായി വെക്കും. മറ്റേ മല്ലിപ്പൊടി പുതിയത് പാക്കറ്റ് പൊട്ടിച്ചിട്ടതാണ്. അപ്പൊ അതിന്റെ ടീസ്പൂൺ അടിയിലേക്ക് പോയി. ടീസ്പൂൺ എങ്ങാനും കണ്ടു കിട്ടിയില്ലെങ്കിൽ അപ്പൊ കുപ്പിയോടുകൂടി മറിക്കും.
മല്ലിപ്പൊടിയൊക്കെ കുറച്ചുള്ളൂല്ലോ, പക്ഷേ മതിയാ മതിയാ. കുരുമുളക് പൊടി മുകളിലുണ്ട്. മോളിൽ അതെ, നിന്റെ ഏട്ടൻ വെച്ചെടുത്ത് കാണില്ല. അച്ഛൻ്റെ കറക്റ്റ് വെക്കില്ലല്ലോ. ഞാനിപ്പോ എല്ലാം കറക്റ്റ് വെച്ചിട്ട് പോകുന്നു. കുരുമുളക് പൊടി വാങ്ങിക്കണം അല്ലേ, കഴിയാറായല്ലോ. അതേടാ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടത് തന്നെയാണ് കുരുമുളക് പൊടി. പക്ഷെ എവിടെ വാങ്ങിച്ചെന്നറിയോ? എനിക്ക് തോന്നുന്നു MCP എന്നാന്ന് തോന്നുന്നു. അതെ അതെ, MCP വാങ്ങിച്ചതാണ്. ഇരിഞ്ഞാലക്കുടയിലുള്ള MCP സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കുരുമുളക് പൊടിയോ കഴിയാറായി. ഇനിയിപ്പോ ഇവിടുന്ന് വാങ്ങിക്കണം. നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഭയങ്കര ലാവിഷായിട്ട് ഉപയോഗിക്കട്ടെ. ഇനിയിപ്പോ ഇവിടുന്ന് വാങ്ങിക്കുന്ന കണക്കാം. ഇപ്പൊ ഞങ്ങളങ്ങനെ മറ്റേ മുളക് പൊടി ഇട്ട് കറികളൊന്നും അങ്ങനെ വെക്കാറില്ല. എല്ലാത്തിനും കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇടാറ്. ഇത്തിരി പച്ചമുളക് ഇടും നന്നായിട്ട് അല്ലേ. എരിവ് അങ്ങനെ അത്ര ഇഷ്ടമല്ല ഇവിടെ ആർക്കും. അപ്പൊ തക്കാളി ഇട്ടുണ്ട്. തക്കാളി വെന്ത് വന്നിട്ടല്ലേ നമ്മൾ ഇനി ഇതിടുള്ളൂ. ആ സ്റ്റോക്കല്ലേ ഒഴിക്കാൻ പോണേ, നമ്മുടെ ചെമ്മീന്റെ. ഇപ്പൊ ഒഴിക്കോ? ചെമ്മീൻ വേവിച്ചാ വെള്ളം ഒഴിക്കാൻ പോണേട്ടാ. നിന്റെ ഇടിവളയാണ് കാണുന്നത്. ഈ നിന്റെ ഇടിവളയാണ് എന്താ പറയാ? അല്ല, നിന്റെ വളയം ഒരു പ്രത്യേകത ഉണ്ട്. കഞ്ചത്തെ ഇതുമേ അതൊക്കെ ഇതിപ്പോ തല തിരിഞ്ഞാണ്ടിരിക്കണേ. ഇതുമേ എഴുതിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മള് നാട്ടില് വെള്ളാനിക്കാരൻ, ഇരിഞ്ഞാലോടുള്ള വെള്ളാനിക്കാരനെ ചെയ്യിപ്പിച്ചതാ. നമ്മളിങ്ങനെ ഒരു ഐഡിയ കൊടുത്തിട്ട് അവര് ഒരു 2-3 ദിവസം കൊണ്ട് തന്നു അല്ലെ. 2-3 ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു തന്നു. അങ്ങനെ എഴുതിപ്പിച്ചു വന്നതാ. അടിപൊളിയല്ലേ. കൊറേ ഇതുകളുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ ഈ വളയമേ ഇങ്ങനെ എഴുതിപ്പിച്ചു നിൻഡോ ജീനാന്ന്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് കാണിക്ക്. എന്താ ദീർഘനിശ്വാസം? ചതിയായി പോയോ? അപ്പൊ ചെമ്മീനിലെ സ്റ്റോക്കാണ് ഒഴിച്ചത് കേട്ടാ. ചിലപ്പോ ഒരു ചെമ്മീൻ ചാടും. അപ്പൊ ചെമ്മീനിലെ സ്റ്റോക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അതിന് വേവിക്കുന്നു. എല്ലാ ചെമ്മീനും എടുക്കണുണ്ടോ? എടുത്ത് പണിയാ. കുറച്ചും കറി മാറ്റി വെച്ചാ പോരെ അല്ലേ? പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. വല്ലപ്പോഴും ചെമ്മീൻ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ എപ്പോഴും നമ്മളങ്ങനെ ചെമ്മീനെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. ദേ ഒരെണ്ണം ഒളിച്ചിരിക്കുന്നു. പാത്രങ്ങൾ ദേ വീണ്ടും വന്നു തുടങ്ങി. പാത്രം കഴുകി വയ്യാണ്ടാവില്ല കർത്താവേ. അയ്യോ എന്റെ കൈ എനിക്ക് ഞാൻ അപ്പുറത്തെ. ഇനി അതിനകത്ത് നന്നായിട്ട് കിടന്നിട്ട് വേവണം അല്ലേ? വേവല്ല അല്ല, ഒന്ന് ഗ്രേവി വെള്ളം ഒന്ന് കുറയണ്ടേ? എന്നിട്ടൊരു കുഴമ്പ് പരിവാവണം അല്ലേ? തൈരിടോ? തൈര് തപ്പണതാണോ അവിടെ? ഫ്രിഡ്ജിലല്ലേ തൈര്? മൂടി വെച്ചാ വെള്ളം കുറയില്ലല്ലോ. വെള്ളം കൂടല്ലേ ചെയ്യാ? വെള്ളം കൂടല്ലേ ചെയ്യാ? ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്. തൈരിടും ഇപ്പൊ. തൈരും കൂടി ഇടണം കേട്ടോ അതിനകത്തോട്ട്. ഞാൻ പാത്രം കഴിക്കട്ടെ ബാക്കിയുള്ളത്. അങ്ങനെ വീണ്ടും അടുത്ത ട്രിപ്പ് പാത്രങ്ങളിലേക്ക് കടന്നു കേട്ടോ. പാത്രം അതിനാണ് ഞാൻ പറയുന്നത് കുറച്ച് പാത്രം വാങ്ങിച്ചാൽ മതി. ഇന്ന് ദേ 1 മണിക്ക് ഏതോ ഒരു സ്ഥലത്ത് പാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോവാൻ നിൽക്കാം. സാധാരണ ഒരു വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് അമ്മേ പാത്രം വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇവിടെ എനിക്ക് തീരില്ല. എന്നുവെച്ചാൽ നമുക്ക് ഈ കിച്ചണും ഹോളും സെയിം, അതായത് ഒരുമിച്ചായതുകൊണ്ടേ എല്ലാം ഇങ്ങനെ ഷെൽഫിനകത്ത് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആരും വരാനില്ല, എന്നാലും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മോശമല്ലേ? ആരെ കാണിക്കാനൊക്കെ എന്നാലും മോശം. എനിക്കിതൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് ഉള്ളില് എല്ലാം കബോർഡിനകത്ത് എടുത്ത് വെക്കണം. പക്ഷെ നിന്റെ ഈ പാത്രം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഇപ്പൊ കൊറേ മറ്റേ ബിരിയാണി ചെമ്പും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റോറിനകത്ത് ഏറ്റു വെച്ചേക്കും. ഇവിടെ നമുക്കൊരു സ്റ്റോറും കൂടി ഉണ്ട്. ആ പുറകില് ആ ഒരു ഡോർ കാണില്ലേ, അവിടെയാണ് നമ്മള് വാഷിംഗ് മെഷീനും ഡ്രയറൊക്കെ വെച്ചാണ്. അപ്പൊ അവിടെ അത് സ്റ്റോറാണ്. അപ്പൊ അവിടെ കുറെ പാത്രങ്ങൾ അതിനകത്ത് ഇരിക്കണത് കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ അതിനകത്ത് കുറെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇനിയും ഇന്നിപ്പോ ഒരു സെറ്റ് പാത്രം വാങ്ങിക്കും കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് പറയാം, നല്ല പാത്രം അല്ലെങ്കിൽ നല്ല അങ്ങനെ പെട്ടെന്ന് ചീത്തയായാലും ഉപയോഗിച്ച് കഴിയുമ്പോൾ കൊടുക്കാം.
വാങ്ങിക്കണില്ലല്ലോ വാങ്ങിക്കണില്ലല്ലോ. നല്ല പാത്രം ഒരു 2-3 പാത്രം മതി, അതിലുണ്ടാക്കാം. കൊറേ പാത്രം ആകുമ്പോഴേ എടുത്ത് വെക്കാൻ സ്ഥലമില്ല, ഫസ്റ്റ് തന്നെ. പിന്നെ കഴുകലോ കഴുകലും. ഞാനാണെങ്കില് അപ്പൊ കഴുകി വെക്കും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണോണ്ട് കഴുകണോണ്ട് എനിക്ക് കുഴപ്പമില്ല, കഴുകാൻ എനിക്ക് ഇഷ്ടം അല്ലേ. ഞങ്ങൾ ബഹറിലായിരുന്നപ്പോ നിന്റെ ഇങ്ങനെ സ്പെഷ്യലൊക്കെ നിന്റെ ഉണ്ടാക്കും. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കും, അതൊരു രസമാണ്. കഴുകി വെച്ചിട്ട് ഇനി വെള്ളം വാർന്നു കഴിയുമ്പോ എടുത്ത് നമ്മള് കബോർഡിലേക്ക് വെക്കും. വെള്ളം നിർത്തി. അപ്പൊ ഒരുവിധം ചെമ്മീൻ പരിപാടി റെഡിയായി. ഇനി മറ്റേ അരി വെള്ളത്തിലിട്ട് വെക്കണ്ടേ? എത്ര മണിയായി? കാലത്ത് തന്നെ പിള്ളേർക്ക് ഞാൻ എന്നിട്ടുണ്ടാക്കിയെന്നറിയോ? പാസ്ത. വെറുതെ പാസ്ത ഉപ്പിട്ട് വേവിച്ചിട്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇട്ടിട്ട് ട്യൂണ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, മറ്റേ ടിന്നിലുള്ളത്. ആ ടിന്നിൽ ട്യൂണ തട്ടി എല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളും കാലത്ത് തന്നെ കഴിച്ച, സ്കൂളിലേക്കും കൊണ്ടുപോയി. വേഗം ഉണ്ടാക്കാനും പറ്റും. പിന്നെ അതല്ല, പിള്ളേർക്ക് എപ്പോഴും ആദ്യമൊക്കെ ബഹറിലായിരുന്നപ്പോ എന്നും ഇഡ്ലി ദോശ അപ്പം അല്ലെ ഉപ്പുമാവ് അതൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ കുറച്ച് വലുതായി, എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേരും കണ്ടിട്ടൊക്കെയാന്ന് തോന്നുന്നു. അവരും വലുതായി, അവർക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തിന്നാൻ പറ്റുന്ന, കൈമീന്നാക്കാണ്ട് തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളൂ. പൊന്നൂസിന് കുറച്ച് നാളായിട്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ വാവുട്ടിയും ചേട്ടന്റെ പോലെ തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തിന്നാൻ പറ്റുന്നുണ്ടെങ്കിലും. കഴിഞ്ഞ ദിവസം നഗറ്റ്സ് മാത്രം വറുത്തിട്ട് കൊണ്ടുപോകണം. മുന്നൊന്നും അങ്ങനെ നഗറ്റ്സ് മാത്രം ഒന്നും കൊണ്ടുപോകാറേ ഇല്ല. ഒരു സാൻഡ്വിച്ച് ഒക്കെ ആയിട്ട് കൊണ്ടുപോകാറ്. ഇപ്പൊ അങ്ങനെ മാത്രം. എന്നിട്ട് വേഗം പോയിട്ട് കളിക്കാനാ ഇത്. ഇപ്പൊ ഇന്ന് കാലത്തൊക്കെ നല്ല തണുപ്പായിരുന്നു. ആ തണുപ്പത്ത് പോയി ഒന്ന് കളിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനമല്ലേ. കാലത്തും പെട്ടെന്ന് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് ബഹളാ. നിന്റെ ഇവരൊക്കെ റെഡി ആയ ശേഷം നിന്റെ ഉറങ്ങി എനിക്കുള്ളേ. അതെ, കാലത്ത് 6 മണിക്ക് എനിക്ക്. അത് നിന്റെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പിള്ളേരെ എഴുന്നേൽപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി വിടും. അപ്പൊ പിന്നെ വൈകുന്നേരമല്ലേ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടണ്ടേ? അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഒരുവിധം റെഡി ആയിട്ടാണ്. പാത്രം ഒരുവിധം സെറ്റായി. ഇനി ഇത്തിരി കൂടി പാത്രം കഴുകാനുണ്ട്. കഴുകി കഴിഞ്ഞിട്ടില്ല, എവിടെ നിന്ന് കഴിയുന്നു? ഈ ദിവസം കഴിയുന്നൊന്നുമില്ല, കഴുകി ഞാൻ തീരുന്നുള്ളൂ. എന്റെ കൈയൊക്കെ പറയുന്നു. ഇവിടുന്ന് നമ്മള് മറ്റേ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരി കേട്ടോ, ജീരകശാല അരി. എത്ര ഗ്ലാസ് എടുത്തിട്ടുണ്ട്? 4 ഗ്ലാസ് മതിയോ? ഇന്നേക്ക് നാളത്തേക്കൊക്കെ ഉണ്ടാവില്ലല്ലോ. ഇന്നേക്ക് നാളത്തേക്കൊക്കെ ഉണ്ട്. മറ്റന്ന് എനിക്ക് കൊണ്ടുപോകാനോ? ഇച്ചിരി കഴിച്ചാൽ മതി, അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും. ജീരകശാല റൈസ് ഇല്ലേ ഞാൻ അധികം കഴുകരുത്, ജസ്റ്റ് വെള്ളത്തിൽ ഒഴിച്ചാൽ മതിയാ? അത് എന്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ വെച്ചേക്കത് ഫുള്ള് വെച്ചേക്ക്. എല്ലാ പാത്രങ്ങളിലും കഴിഞ്ഞു. ഇതെല്ലാം കുറച്ചെടുത്ത് വെച്ചു അല്ലേ? എന്തോറായിരുന്നു. അരിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി അരി വേവിക്കണം. ഇനി വിശക്കണം. കാലത്ത് തിന്ന പാസ്ത ദഹിച്ചെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇത് തിന്നാം. പൈനാപ്പിൾ വിശപ്പ് വീണ്ടും കൂടും. ഒരു വലിയ മൂക്ക് കണ്ട കടിക്കാൻ പറ്റില്ല. പറഞ്ഞത് ഇതില് മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, മല്ലിയില ഇടാം. എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടാണ്. അയ്യോ മല്ലിയില ഇഷ്ടം. എന്താ വാങ്ങിക്കാറുണ്ട്? പുതിന ഇഷ്ടല്ല. പുതിനയുടെ ആ ഒരു കുത്ത് ഇഷ്ടല്ല. പുതിന ഞാൻ ആകെ ഉപയോഗിക്കണം എന്തിനാണെന്നറിയോ? പുതിന ചായ കുടിക്കാനായിട്ട്. ബഹ്റിനിൽ ഓർമ്മയുണ്ട് ചായ അല്ലല്ല ചായ നാന. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് നല്ലോണം മധുരം ഇട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിന് മുകളിലൊരു പുതിനയുടെ ഇല ഇട്ടിട്ട് കുറച്ച് നേരം വെക്കാം. എന്നിട്ട് അന്ന് അതിന്റെ ആ ഒരു സത്ത് ഇറങ്ങി കഴിയുമ്പോൾ കുടിച്ചു നോക്കി. വയറിനും ബെസ്റ്റാ. അവിടെ ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒരു
എന്നിട്ട് അവളുടെ പേര് സൈനബ്. സൈനബ് ഇങ്ങനെ അവള് അല്ല, ഞാൻ ആലോചിക്കണം അവളുടെ പേരൊന്നുമില്ല. അവള് ചൈനാനെ വാങ്ങിച്ചിട്ടായിരുന്നു റഷ്യ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നു ഞങ്ങളുടെ കഫറ്റേരിയന്ന്. എന്നിട്ട് അത് അയ്യോ എന്ത് രസമാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്, നല്ല രസം. ഒരു കുക്കറിനകത്തപ്പം വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കറുകപ്പട്ട, ഏലക്കായ, പിന്നെ എന്നിട്ട് കിട്ടണേ ഗ്രാമ്പൂ. കറുകപ്പട്ടയില്ലല്ലോ, കറുകപ്പട്ടയുണ്ട്. പിന്നെ മറ്റേ പൂവിനെന്ത് പറയാ, തക്കോലോ എന്തൊരു സാധനം, അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. എത്ര ഗ്ലാസ് വെള്ളം? ഓക്കെ, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതിനകത്ത് നന്നായി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചായിരുന്ന അരി നന്നായിട്ട് വെള്ളം വാർന്ന് പോയിട്ട് ഇതിനകത്തോട്ടിടും അല്ലേ. വെള്ളം ഒരുവിധം പോയതിന് ശേഷം പോയിട്ടില്ല എന്തിട്ടില്ല നമുക്ക് നോക്കാം. ഇതിട്ടിട്ട് ഉപ്പിട്ട് നോക്കാം. അമ്മേ തെറിച്ച് മേത്തേക്ക് വീഴുപ്പോ. ഇത് കുഞ്ഞരിയുണ്ടേ, നമുക്ക് വെള്ളം കളയാൻ വേണ്ടിട്ട് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെച്ചേട്ടാ. സ്റ്റീലിന്റെ ഇടാൻ പറ്റും, പക്ഷെ വലിയ ഓട്ട ആയതുകൊണ്ട് നമ്മുടെ അരിയൊക്കെ ആ ഓട്ടയിനുള്ളിൽ കൂടെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും. അപ്പോൾ ആ അരി ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഉപ്പിടാം കേട്ടാ. അതും ആവശ്യത്തിന് ആർക്കറിയാം, ഇളക്കി നോക്കി ഉപ്പ് നോക്കേണ്ടി വരും. കറുകപ്പട്ട ഇടണോ? മറ്റേ ആ വഴനയിലയോ? കറുകപ്പട്ട ഇല്ലില്ലേട്ടാ, ഇല്ലേട്ടാ, നമ്പറാ ഇട്ടിട്ടില്ലേട്ടാ, ഞാൻ കണ്ടു. ബിരിയാണി കഴിഞ്ഞപ്പോ എന്തോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോ എന്തായി വരും, അതുപോലെ തിന്നാം. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് പരിപാടി എല്ലാ വീട്ടിലും അമ്മമാർ ചെയ്യണ പോലെ കുറച്ച് കറി എടുത്ത് മാറ്റി വെക്കണം. ഇപ്പൊ ഈ ബിരിയാണി അല്ല, നെയ്ച്ചോറ് ബിരിയാണി അതിന്റെ കൂടെ തിന്നുമ്പോ ഇത്രയും കറി വേണ്ട. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് കറി കിട്ടുമ്പോ രസല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഒരു പാത്രത്തിൽ കറി എടുത്തിട്ട് മാറ്റി വെക്കും. 2 ദിവസം കഴിയുമ്പോ തിന്നാലോ. ഫ്രീസറിൽ എടുത്ത് വെക്കും. ചൂടാറിട്ടും ഇത് മാറ്റി വെക്കും. ഇത്രയും കറി ഉണ്ടെങ്കിൽ എത്ര കറി ഉണ്ടായാലും അത്രയും നമ്മൾ തിന്നു തീർക്കും. കുറച്ച് കറി മാറ്റി വെച്ചാലും നമുക്ക് പിന്നെയും തിന്നാം. ഐഡിയ ഭയങ്കര ഐഡിയ. എന്തോ ഐഡിയുള്ള വീട്ടില് മറ്റേ സിനിമയിൽ പറയില്ലേ. കറി നല്ല രസം കേട്ടോ. കറിയുടെ അല്ല, എന്നിട്ട് മസാല ചെമ്മീൻ മസാല അതുണ്ടല്ലോ. ചെമ്മീൻ മസാല പകർത്തിയില്ലേ, ടീസ്പൂൺ ഇങ്ങനെ ആക്കി. ഓ നല്ല രസം. ചെമ്മീൻ എന്തുണ്ടോ നീ കുക്കറിലിട്ട് ഉപയോഗിച്ചിട്ട്? അതാണിപ്പോ സംശയം. ആകെ ഒരു കാര്യം ഇതിനു വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൂ, ആ ചെമ്മീൻ വേവിച്ചത്. അതുകൊണ്ട് തന്നെ അത് അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായി, എന്തെങ്കിലും തീരുമാനമായോ? ഇപ്പൊ എന്നിട്ട് ചെയ്ത നന്നായിട്ട്. അമ്മേ പുള്ളിയാ, കൈപുള്ളി അതിനെ പറയുന്നത് പൊള്ളൽ. വെള്ളം ഒരുവിധം വറ്റി കഴിഞ്ഞപ്പോ അടച്ചു വെച്ചു അല്ലേ. ഇപ്പൊ എന്താ നന്നായിട്ട് കടിച്ചു നോക്കണോ, തിന്നു നോക്കണോ? എവിടെ വെന്തു. ഇത് ഇരുമ്പ് പാത്രമായിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പൊ ആ പാത്രത്തിന്റെ മുകളിൽ നമ്മുടെ പകുതി ചെമ്മീൻ എടുത്ത് വെച്ചു. അപ്പൊ നമ്മുടെ ദമ്മ് പരിപാടി തുടങ്ങാറായി. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗീ റൈസ് ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതെങ്ങനെ കട്ട് ചെയ്തെടുക്കണം അല്ലേ. വെള്ളം വറ്റിച്ചല്ലേ. ചോറിടുന്നു. നമ്മൾ വറുത്ത് വെച്ചാണ് സാധനങ്ങളും നെയ്യും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കളർ വേണ്ടല്ലോ നമുക്ക്. വേണ്ട സാധാരണ എന്താണ് കളറിന് വേണ്ടിട്ട് ചെയ്യാറ്, മഞ്ഞപ്പൊടി പാലിനകത്ത് കലക്കിയിട്ട് അല്ലേ, അങ്ങനെയല്ലേ ഒഴിക്കാറ്. കുങ്കുമപ്പൂവും സാഫ്രോണും മറ്റേതും
കുങ്കുമപ്പൂവ് ഇപ്പൊ നമുക്കില്ല. എവിടെ വാങ്ങാൻ കിട്ടുന്നെങ്കിൽ നല്ല കാശും കൊടുക്കണായിരിക്കും. വേണ്ടേ? കുങ്കുമപ്പൂവിന് നല്ല പൈസ ഉണ്ടാവും. ഒറിജിനൽ സാധനം കിട്ടണമെങ്കിൽ അടിപൊളി പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ മറ്റേ കുങ്കുമപ്പൂ കഴിച്ചിട്ട് എപ്പോഴാന്നറിയോ? വാവട്ടിന് ഗർഭിണി കണ്ടപ്പോ. എന്താ അപ്പോൾ നമ്മൾ ഒരു ലെയർ ചോറിട്ട ശേഷം വറുത്ത് വെച്ചേക്കണം മറ്റേ സബോളയും പൈനാപ്പിളും കശ്മീർ പരിപ്പും പിന്നെ എന്നിട്ട് പേര് മുന്തിരി. ഇഷ്ടം പോലെ സബോള വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സബോള ശരിക്കും വറുത്ത് അത് ഇടുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് അല്ലേ? ചൂടായോ ചട്ടി? അത് അതിന്റെ അടിയില് മറ്റേ ചായ പോയിട്ടില്ലേ, ആ കരിഞ്ഞ മണം. ഇനി ഇത് സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് പുറത്തു പോകാനുണ്ട്. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് പുറത്തു പോയിട്ട്. അപ്പൊ അതും കൂടി ചെയ്തിട്ട് വന്നിട്ട് പിള്ളേരെ എടുത്ത് തിരിച്ച് വന്നിട്ട് വേണം ഇത് കഴിക്കാൻ, ദമ്മ് പൊട്ടിക്കാൻ അല്ലേ? പിള്ളേരുടെ നിന്ന് കട്ടനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി വെക്കുന്നു, ചെമ്മീൻ ഗീ റൈസ് ഉണ്ടാക്കി വെക്കുന്നു. ഇത് എന്തിട്ടിപ്പോ സാധനം? ഇപ്പൊ എന്തിട്ട് സാധനം? ഗീ റൈസ്. ഞാനിപ്പോ എന്താ ചെയ്യണമെന്നറിയോ? ഇന്ന് അപ്ലോഡ് ആയ എന്റെ വീഡിയോ നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അത് ഫുള്ള് ഇട്ടോട്ടാ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കറക്റ്റ് ഒരു പാത്രം നിറച്ചും ബിരിയാണി ഉണ്ട് അല്ലേ? അടിപൊളി. അത് ഫുള്ള് ഇട്ടോട്ടെ ചേച്ചാ. ഇത് ഒഴിച്ചിട്ടില്ലല്ലോ മറ്റേ എന്നിട്ട് അതിന്റെ പേര് നെയ്യ്. ഓൾറെഡി മറ്റേത് മറ്റേ റൈസ് ഉണ്ടാക്കിയപ്പോ ഞാൻ അതിന് നെയ്യൊക്കെ ഇട്ടുണ്ട്. വേണമെങ്കിൽ അവസാനം മാത്രം ഭയങ്കരമായിട്ട് ശരിക്കും മല്ലിയിലൊക്കെ വേണം. നെയ്യ് ഒഴിക്കാൻ പോട്ടാ. നെയ്യ് കട്ടിയല്ലോ. ആ തണുപ്പ് തുടങ്ങിയില്ലേ നല്ല. ഇതെന്താണ് ചേട്ടാ? 4 കിലോ വെയിറ്റ്. അപ്പൊ ഞങ്ങക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് വിട്ടാലോ വണ്ടി തലയിൽ കളർ ചെയ്യണം. അത് നാളെ ചെയ്താൽ പോരെ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ശനിയാഴ്ച ഞങ്ങളുടെ ലിയയുടെയും സ്റ്റെബിൻ്റെയും വീടിൻ്റെ പെരതാമസമുണ്ട്. ഹൗസ് വാമിങ്. കാലത്ത് 10:30 അച്ഛൻ വന്ന് വെഞ്ചിരിക്കും. അതുപോലെ ഒന്ന് ഉച്ചയ്ക്ക് അവിടെ പ്രോഗ്രാം. ഞങ്ങൾ തലേദിവസം വൈകിട്ടേ പോകണമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ തലേദിവസം വൈകിട്ട് പോയിട്ട് പിറ്റേ ദിവസം വൈകിട്ട് തിരിച്ചു വരാനാണ് എൻ്റെ ആഗ്രഹം. തലേദിവസം പോകാൻ പറ്റുമോ? എൻ്റെ മുഖം നോക്കി ഞാൻ പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ എപ്പോ തീരുമാനിച്ചു എന്നുള്ള ഇതില് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. പറ്റൂല? ആലോചിക്കണ്. അപ്പം അവിടേക്ക് പോണ എൻ്റെ തലയിൽ കളർ ഇടണം. എൻ്റെ തലയിൽ ഓൾറെഡി മറ്റേ എന്ത് കളർ റാസ്പെറി റെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ നോക്കുമ്പോഴാണ് കണ്ടത് ശരിക്കും എൻ്റെ കളറ് ഇപ്പം മാറി വെള്ള കളറായിട്ട് പോലെ തോന്നുന്നു. നിരച്ച മുടി പോലെ ഇരിക്കുന്നത്. നല്ല വൃത്തികേടും. സാരില്ല, പതുക്കെ മാറിക്കോളും. അപ്പം നമുക്ക് ഡ്രസ്സ് മാറി ഇനി പുറത്ത് പോകുമ്പോൾ കാണാം. അപ്പം ഡ്രസ്സൊക്കെ മാറി ഞാൻ എൻ്റെ ഏട്ടനും കൂടി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് അവർ ചെറിയ കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ 2 മണിയായി ഓൾറെഡി. ഇവിടെ ഉച്ചയ്ക്ക് 2:04 അപ്പം ഇനി പതുക്കെ ഒന്ന് കറങ്ങി നടന്ന് പിള്ളേരൊക്കെ എടുത്ത് വീട്ടിൽ പോയിട്ട് ബിരിയാണിയാണോ നെയ്ച്ചോറാണോ? ബിരിയാണി അത് കഴിക്കണം. അടിപൊളി ബിരിയാണി കഴിക്കണം. അപ്പൊ അതിനടുത്ത പ്ലാൻ. പിന്നെ വെറുതെ ഇനി ഒരു 1 മണിക്കൂറും കൂടി ഉണ്ട്. പിള്ളേർക്ക് 3 മണിക്ക് ക്ലാസ് കഴിയാം. അപ്പൊ അതുവരെ ഒന്ന് വെറുതെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്ന് എന്താ താല്പര്യമില്ലായിരിക്കില്ല. കറങ്ങി നടക്കൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഏട്ടന് കാശ് ചെലവാക്കാതിരുന്നു മതിയല്ലേ. അങ്ങനെ നമ്മൾ വാവട്ടീനെ എടുത്തിട്ട് വന്നു. വാവട്ടിക്ക് സൂ ട്രിപ്പ് ആയിരുന്നു അല്ലെ വാവട്ടി? അമ്മ മറന്നുപോയി. എന്നിട്ട് ഇത് ചെയ്ത് നിങ്ങള്? അത്രയൊന്നും ചെയ്തില്ല. ആനിമൽസിന് ഒക്കെ നോക്കി. എന്നിട്ട് ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായി. എന്നിട്ടൊക്കെ ആനിമൽസ് ഉണ്ട് അവിടെ? കൊറേ ഉണ്ട്, എനിക്ക് അല്ലാതെ അറിയില്ല. ആണോ? ഓക്കെ. ലൈൻ ഉണ്ടായിരുന്നാ? എലിഫന്റ് ഉണ്ടായാ? അതുണ്ടാവില്ല. എന്താ അറിയില്ല, കണ്ടില്ല. എലിഫന്റ് ഇല്ലല്ലോ ഇവിടെ. അടിപൊളിയായിരുന്നു. വയ്യണ്ടായോ കാല് വേനെടുത്താ? സോറി. എന്തെങ്കിലും കൊണ്ടുപോകണായിരുന്നോ ഫുഡ് ഓൾറെഡി കൊണ്ടുപോയില്ലേ? അത് മാത്രം മതിയായിരുന്നോ? ഞാനില്ലേ മോർണിംഗ് ടീ കഴിക്കുമ്പോഴില്ലേ ഞാൻ വിചാരിച്ചത് മോർണിംഗ് ടീ ആയിരുന്നു. പക്ഷെ അത് ലഞ്ച് മോർണിംഗ് ടീ ആയിരുന്നു. അപ്പൊ ഞാൻ ലഞ്ച് കഴിച്ചില്ല. അപ്പൊ പാസ്ത കഴിച്ചില്ലേ? ഒരാള് ലഞ്ച് കഴിച്ചില്ലായിരുന്നു. പക്ഷെ ഔട്ടി പാസ്ത ഇന്ന് ഞാൻ പാസ്ത ഉണ്ടാക്കിയത്. പാസ്ത തിന്നണ്ടേ? പക്ഷെ പാസ്ത ഇപ്പൊ തിന്നണ്ട.
വീട്ടിൽ എന്നിട്ട് ഉണ്ടാക്കി വെച്ചെന്നറിയോ? പ്രോൺ ബിരിയാണി. എന്നിട്ട് എന്റെ സാധനം ബിരിയാണിയാണോ നെയ് റോസ്റ്റ് ആണോ? നെയ് റോസ്റ്റ് അല്ല, ഗീ റൈസ് ആണോ? ബിരിയാണി. ഇനിയെങ്കിലും ഞാനത് പഠിക്കേണ്ടിയിരിക്കുന്നു. ബിരിയാണി, സൂപ്പർ ഡൂപ്പർ ബിരിയാണി. പ്രോൺ അല്ല, പ്രോൺ ബിരിയാണി. അവിടെ ഇഷ്ടല്ലേ പ്രോൺസ്? എങ്ങനെയുണ്ട് പാസ്ത? സൂപ്പർ. അവിടെ സൂപ്പറാണെന്ന് ഇതിനകത്ത് മറ്റേ ടിന്നിനകത്ത് കിട്ടണ ട്യൂണ അതിട്ടുണ്ട്. അതന്നെ നല്ല രസം. ഇഷ്ടമായി ഓട്ടിക്ക്? താങ്ക് യു ഓട്ടി. ഇഷ്ടം ഓട്ടിക്ക്? ഫുള്ള് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് പ്രോൺ കൂട്ടിയിട്ട് ഇത് കഴിക്കാം. പുലിസുണ്ട് അവിടെ? അതല്ലേ നല്ലത്? അല്ലെങ്കിൽ പിന്നെ ഓട്ടിക്ക് പിന്നെ എപ്പോഴും ബിരിയാണി കഴിക്കാം. അങ്ങനെ ഞാനിവിടെ വന്നിരുന്ന് ഞാനും ലോട്ടി കൂടി കഴിച്ചു കാര്യാക്കി. പൊന്നസ് വരുന്നുണ്ട്. ആ പൊന്നസ് വരണേ, പൊന്നസ് കാരണം കാണിച്ചു തരാട്ടോ. പൊന്നസ് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി തുറക്കാൻ പോവാണേ. ചെമ്മീനെ മറ്റേ കുഴിഞ്ഞ് തപ്പണം. അടിയിലുണ്ട്. നല്ല ചൂടുണ്ട്. ചെമ്മീനവിടെ അപ്പൊ തുടങ്ങി. കുറച്ച് മസാല അടിയിൽ രണ്ട് എണ്ണയോടാ മോളെ. പൊന്നസേ ഇതെന്താ അത്? എടാ നിന്റെ തടു കൂടെ അവിടെ ഇടയില്. സർലാസ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. എന്നുവെച്ചാൽ എല്ലാവർക്കും വെറും തൈര് കഴിക്കണല്ലേ ഇഷ്ടം. അച്ചാറുണ്ട് നമ്മുടെ കയ്യില് അല്ലേ? മാങ്ങച്ചാറ്. വാവ്, പൊളി പൊളി. എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ. വയറ് ഫുള്ളായോ? അവിടെ ഓൾറെഡി പാസ്തയും കൂടി തന്നിട്ടല്ലേ? ഇഷ്ടായോ? എന്നുണ്ടായി ബിരിയാണി? ഇത് കണ്ടിട്ടെന്താ തോന്നുന്നു? ഇതിന് കഴുക പോലും വേണ്ട. സൂപ്പറാ, അടിപൊളി. സൂപ്പർ. അപ്പോൾ ബിരിയാണി വെപ്പും പുറത്തുപോക്കും എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഒരു ഓഫ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.